തിരുവനന്തപുരത്ത് മകൻ്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. നെയ്യാറ്റിൻകരയിലെ സുനിൽകുമാറാണ് മരിച്ചത്. മകൻ സിജോയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഷെഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ ഷെഫീദ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ സങ്കടകരമായ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 11-ാം തീയതിയാണ് കുടുംബ വീട്ടിൽ സുനിൽകുമാറിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ഈ അച്ഛനും അമ്മയും മകന്റെ ഉപദ്രവം, മകൻ 19 വയസ്സുകാരനായ ഷിജോ സാമുവലാണ്. ഇയാളുടെ ഉപദ്രവം കാരണം പെൺമകളുടെ വീടായ കാഞ്ഞിരംകുളത്തായിരുന്നു താമസം. എന്നാൽ എല്ലാ ദിവസവും കുടുംബ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മകൻ സിജോയ്ക്ക് ഭക്ഷണം നൽകാനായി അച്ഛൻ സുനിൽകുമാർ ഈ വീട്ടിലേക്ക് എത്തുമായിരുന്നു. കഴിഞ്ഞ 11-ാം തീയതി ആഹാരം കൊണ്ടുവന്ന് നൽകിയപ്പോഴാണ് മകൻ പിതാവിനെ അടിച്ചു വീഴ്ത്തിയത്. ആദ്യം ഇയാൾ ഇത് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ നാട്ടുകാരാണ് ഇയാൾ അബോധാവസ്ഥയിൽ ആ വീട്ടിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് അയൽവാസികളെ അടക്കം വിവരമറിയിക്കുകയും ബന്ധുക്കൾ വന്ന ഈ സുനിൽകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. സുനിൽകുമാർ ആദ്യം താൻ തന്നെ വീണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഓപ്പറേഷന് കയറ്റുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം മകൻ തന്നെ മർദ്ദിക്കുമായിരുന്നുവെന്നും മകൻ അടിച്ചു വീഴ്ത്തിയതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ മകൻ ഉപദ്രവിക്കുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സുനിൽകുമാറിൻ്റെ ഭാര്യ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി ഇപ്പോൾ കേസെടുത്ത് വരികയാണ്. മകൻ ഈ സിജോയ് സാമുൽ എന്ന് പറയപ്പെടുന്ന ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. SKN. ഷെഫീദ് റാവുത്തർ.